ഹലോ ഫ്രണ്ട്സ്, കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്ന അതിനുവേണ്ടി തുടക്കം കുറിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് LDC നേടിയത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2022 PSC എക്സാമാണ് ഞാൻ എഴുതിയിരുന്നത്. LDC ആലപ്പുഴ ജില്ലയിൽ 2025 ജനുവരിയിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നത്. അപ്പോൾ അതൊരു വലിയ ജേണി ആയിരുന്നു. ഞാൻ 2017 അവസാന കാലഘട്ടത്തിലാണ് PSC പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അതും ഒരു PSC വീടിനടുത്തുള്ള ഒരു PSC സെൻറ്ററിലാണ് ചേരുന്നത്. അതെന്തുകൊണ്ടും എനിക്ക് ഗുണം ചെയ്തതേ ഉള്ളൂ. കാരണം എൻ്റെ മുമ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. PSC പഠിച്ചാൽ ജോലി കിട്ടുമോ? ഇത്രയും പേര് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? സംവരണമുള്ളവർക്കേ കിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും ചോദ്യചിഹ്നങ്ങളുമായിട്ടാണ് ഞാൻ PSCയിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ജോലി കിട്ടിയവർ, പുതിയതായിട്ട് കിട്ടിയവരുടെയൊക്കെ പുറകെ ഇങ്ങനെ നടക്കും. എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങളുടെ പഠന രീതി എന്താണ്? പഠിച്ചാൽ കിട്ടുമോ? എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരെ തേടി കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ PSC കോച്ചിങ് സെൻറ്ററിലാണെങ്കിലും നമുക്ക് പുതിയതായിട്ട് എഴുതാൻ പോകുന്ന ആൾക്ക് എങ്ങനെയാണ് PSCയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ കൃത്യമായിട്ടൊരു PSC കോച്ചിങ് സെൻറ്ററിൽ പോകുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുന്ന രീതികളും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. 1 വർഷത്തോളം ഞാൻ ആ PSC സെൻറ്ററിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം, ആ നോട്ട്സ് മാത്രം, അവർ പഠിച്ചുകൊണ്ട് വരാൻ പറയുന്നത് മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഇപ്പം ഞാനിങ്ങനെ പഠിച്ചാൽ ശരിയാവത്തില്ല. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ല, നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീഥിയിലൊക്കെ വരുന്ന മോക്ക് ടെസ്റ്റുകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എഴുതുമ്പോൾ എനിക്ക് 27-30 മാർക്കൊക്കെയാണ് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാനതൊരു ബുക്കിൽ നേരത്തെ തന്നെ നോട്ട് ചെയ്യുമായിരുന്നു. ഞാൻ പഠിച്ച് ഏകദേശം ഒരു ഇത് ആയപ്പോഴത്തേക്കും ഞാൻ എഴുതി നോക്കുമ്പോൾ എനിക്കൊരു 40 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് തന്നെ നമ്മുടെ ലിമിറ്റേഷൻസിനെ നമ്മൾ മനസ്സിലാക്കി വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. ആദ്യം തൊട്ടേ GK മാത്രമായിരുന്നു ഞാനിങ്ങനെ പഠിച്ചു വെച്ചിരുന്നത്. പിന്നെയാണ് നമ്മുടെ മാർക്ക് എക്സാമുകൾ എഴുതുമ്പോഴത്തേക്ക് എവിടെയാണ് മാർക്ക് മിസ്സാവുന്നതെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് മലയാളവും ഇംഗ്ലീഷും മാത്സിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാൻ ശ്രമിച്ച ടോപ്പിക്കുകളാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. കാരണം അത് പഠിച്ചു വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് 1 മാർക്ക് നേടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ GK എന്ന് പറഞ്ഞാൽ നമുക്ക് കടൽ പോലെ കിടക്കുകയാണ്. പക്ഷേ ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലൊക്കെ ആണെങ്കിലും 10 മാർക്കിൽ നമുക്കൊരു 8 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പഴഞ്ചൊല്ല്, ശൈലികൾ, പര്യായ പദങ്ങൾ, സിനോണിംസ്, ആൻറ്റോണിംസ്, ഇഡിയംസ്, അങ്ങനെ നമുക്ക് കാണാതെ പഠിച്ചു വെച്ചാൽ 1 മാർക്ക് ഉറപ്പായിട്ട് നേടാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വയ്ക്കുക, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ റിവിഷൻ ചെയ്യുക. ഇതായിരുന്നു ഞാൻ ആദ്യം ചെയ്ത കാര്യം. അതെനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടു. ഇപ്പോൾ സിനോണിംസ് ആണെങ്കിൽ ഒരു ദിവസം രാവിലെ തന്നെ ഇംഗ്ലീഷാണ് നോക്കണേ, അരമണിക്കൂർ ഒരു ടോപ്പിക്കിന് വേണ്ടി തന്നെ മാറ്റി വയ്ക്കും. സിനോണിംസാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യത്തെ 10 എണ്ണം പഠിച്ച് അന്നത്തെ ദിവസം അത് മാത്രമേ പഠിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഡേ അതും അടുത്ത എന്തെങ്കിലും ഒന്നെങ്കിൽ ആൻറ്റോണിംസ് അല്ലെങ്കിൽ സിനോണിംസ് തന്നെ നോക്കും. അപ്പം ഞാൻ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ എടുത്ത് വെച്ചാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതിൽ ആ ടെക്സ്റ്റിലുണ്ടായിരുന്ന മൊത്തം സിനോണിംസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ആൻറ്റോണിംസ് ആണെങ്കിലും ഇഡിയംസ് ആണെങ്കിലും നമ്മുടെ ഫേസൽ വെർബ്സ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അതിൽ തന്നിരിക്കുന്നത് മൊത്തം ഞാൻ കാണാതെ പഠിച്ചിട്ടുള്ളതാണ്. അതെനിക്ക് പ്രയോജനപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഉറപ്പായിട്ടും നേടാൻ പറ്റുന്ന 1 മാർക്ക് ഉണ്ടാകുമല്ലോ, അത് നമ്മൾ ഉറപ്പിക്കുക. മാത്സ് ആണെങ്കിലും ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് തീർക്കും. അതിപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണെങ്കിലും ഒക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം PSC നേടാനായിട്ട് ഒരു എളുപ്പ വഴിയും ഇല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ എഫേർട്ടാണ് നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നത്. അപ്പോൾ അത് മാത്രം മനസ്സിൽ വിചാരിക്കുക. പഠിച്ചാൽ ഉറപ്പായിട്ടും 100% ഉറപ്പാണ് ജോലി കിട്ടും. അതിന് യാതൊരുവിധ സംശയവുമില്ല.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ എൻ്റെ അടുത്ത് ഫോൺ ചെയ്താണെങ്കിലും എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. PSCയിലേക്ക് കടക്കുന്ന 1-2 പേര് എന്നെ ഇങ്ങനെ വിളിച്ചു, ചേച്ചി എങ്ങനെയാണ് പഠിച്ചത്, പഠിച്ചാൽ കിട്ടുമോ? ഇപ്പം എന്നെപ്പോലെ തന്നെയാണ് എനിക്കങ്ങനെ അവരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.